തിരുസഭയുടെ ശക്തികേന്ദ്രമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ ചേർത്തുപിടിക്കുന്ന ജീവിതാനുഭവങ്ങൾ. ഹൃദയത്തോട് ചേർത്തുപിടിക്കുന്ന വിശുദ്ധ കുർബാനയുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് മാനന്തവാടി നോബർട്ടൈൻ സഭാംഗമായ ഫാദർ ലിബിൻ കൂമ്പാറ. ദിവ്യകാരുണ്യനാഥന്റെ കരം പിടിച്ച് തന്റെ ശരീരത്തെ ബാധിച്ച ഏറെ സങ്കീർണമായ ക്യാൻസർ രോഗത്തെ ഈ കഴിഞ്ഞ നാളുകളിൽ സധൈര്യം നേരിട്ട ലിബിനച്ചൻ ഉള്ളുപിടയുന്ന സങ്കടങ്ങളിൽ തന്റെ കണ്ണീർ തുടച്ച ദിവ്യകാരുണ്യ ഈശോയുടെ ആർദ്രമായ സ്നേഹത്തെ പങ്കുവയ്ക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗ്ഗത്തിനിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗ്ഗത്തിനിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ലിബിൻ കൂമ്പാറ. ഞാൻ മാനന്തവാടി നോർബർട്ടൈൻ സഭാംഗമാണ്. താമരശ്ശേരി രൂപതയിലെ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ഇടവകാംഗമാണ്. എൻ്റെ സ്വദേശം കൂമ്പാറ എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, എനിക്കൊരു സഹോദരിയുണ്ട്. ഞാൻ ഏക മകനാണ്. ഡാഡി വർഷങ്ങളായി ഭക്തിഗാന രംഗത്ത് ഡാഡി പാട്ടുകളൊക്കെ എഴുതുന്നുണ്ട്. ഒരുപക്ഷെ ഡാഡിയുടെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കാം. കൂമ്പാറ ബേബി എന്നാണ് എൻ്റെ ഡാഡിയുടെ പേര്. മമ്മി ഹൗസ് വൈഫ്. എൻ്റെ സഹോദരി കോട്ടക്കൽ ആയുർവേദശാലയിലെ നേഴ്സാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ മാനന്തവാടി നോർബർട്ടൈൻ സഭാംഗമാണ്. വിശുദ്ധ നോർബർട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ നോർബർട്ടിൻ്റെ ചിത്രം കാണുമ്പോൾ, ആ വിശുദ്ധൻ്റെ കയ്യിൽ ഒരു അരുളിക്കയുണ്ട്. അത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയോട് ഏറ്റവും ആഴമേറിയ ഭക്തിയുള്ള ഒരു വിശുദ്ധനാണ്, അല്ലെങ്കിൽ ഒരു സഭയാണ് എന്നതാണ്. വിശുദ്ധ കുർബാന അതിൻ്റെ ഏറ്റവും പൂജ്യമായ രീതിയിൽ ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, ആഘോഷത്തോടെ അർപ്പിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് നോർബർട്ടൈൻ സഭ. ഒരുമിച്ച് സമൂഹമായി ജീവിച്ച് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് മാനന്തവാടി നോർബർട്ടൈൻ സഭ. ഞാൻ 1998 എൻ്റെ മൈനർ സെമിനാരി നോർബർട്ട് ഹൗസിൽ ചേർന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ 2 വർഷം നോവിഷ്യേറ്റ് പരിശീലനം പൂർത്തിയാക്കി. അതിനുശേഷം ഗോവയിൽ പള്ളോട്ടൈൻ സഭയുടെ ഫിലോസഫി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിലോസഫി പഠനം പൂർത്തിയാക്കി. അതിനുശേഷം വീണ്ടും ബാംഗ്ലൂർ ക്രിസ്ത്യൻ കോളേജിൽ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. അതിനുശേഷം റീജൻസിക്ക് ശേഷം ധർമാറാം വിദ്യാലയത്തിൽ എൻ്റെ തിയോളജി പഠനവും പൂർത്തിയാക്കി. പട്ടത്തിന് മുമ്പുള്ള ഏതാനും 6 മാസങ്ങൾ ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള ചമ്പക്കര സെൻറ്റ് ജോസഫ് ഇടവകയിലാണ് എൻ്റെ ഡയക്കനേറ്റ് മിനിസ്ട്രി പൂർത്തിയാക്കിയത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോട് ആഴമായ രീതിയിൽ എനിക്ക് വലിയ ഒരു ബോധ്യം തന്നത് ചമ്പക്കരയിലുള്ള എൻ്റെ ഡയക്കനേറ്റ് മിനിസ്ട്രിയുടെ സമയങ്ങളാണ്. എൻ്റെ വികാരിയച്ഛനായ ജോസ് മുകളിലച്ഛൻ എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു.
അങ്ങനെ ഞാനും ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കും. ഒരുപക്ഷെ എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് അച്ഛൻ സംസാരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയെ, ഒരു രോഗാവസ്ഥയെ ഈശോയുടെ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിലൂടെ ഈശോയുടെ വലിയ മഹത്വം കാണുവാനായിട്ട് ഈശോ എന്നെ പ്രേരിപ്പിച്ച, അതിനെ പ്രാർത്ഥനാക്കിയ ഒരു കൊച്ചു സംഭവമാണ് ഈ ചമ്പക്കരയിലെ എൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വലിയ ബോധ്യം. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലിവേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലിവേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. പ്രിയമുള്ളവരെ, 2012 ഡിസംബർ 29 എനിക്ക് ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. അതിനുശേഷം ഒരു വർഷക്കാലം മാനന്തവാടി രൂപതയിലെ പയ്യമ്പള്ളി ഫൊറോന ദേവാലയത്തിൽ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തു. തുടർന്ന് ബാംഗ്ലൂരിലുള്ള എക്കോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ സഭയുടെ. അവിടെ ഒരു വർഷക്കാലം സേവനം ചെയ്തു. തുടർന്ന് BEd പഠിക്കുവാനായിട്ട് അങ്കമാലിക്ക് പോകുന്നു. അതിനുശേഷം ചിക്കമാംഗ്ലൂരിലുള്ള സെയിൻറ്റ് നോബർട്ട് CBSE സ്കൂൾ കൊപ്പ, അവിടെ അസിസ്റ്റൻ്റ് വൈസ് പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. തുടർന്നാണ് ബാംഗ്ലൂരിലുള്ള നോർബർട്ട് ICIC സ്കൂളിലേക്ക് ഞാൻ സേവനത്തിനായിട്ട് കടന്നു വരുന്നത്. ഞാൻ സ്കൂളിൽ ഫിനാൻസ് ഓഫീസറായും അധ്യാപകനായും ചാർജ് എടുത്തു. തുടർന്ന് ഒരു വർഷത്തിന് ശേഷം കോവിഡ് കാലഘട്ടം കടന്നു വരികയാണ്. അങ്ങനെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാരണമാണോ എന്നറിയില്ല, എൻ്റെ വയറ് ചെറുതായിട്ട് വലുതായി. പക്ഷെ ഞാൻ ആദ്യമൊന്നും വലിയ ശ്രദ്ധ ചെലുത്തിയില്ല. ഒരു ദിവസം ബാംഗ്ലൂർ ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് സജി പാറേക്കാട്ടിലച്ഛൻ വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. നിനക്ക് എന്താണ് സംഭവിച്ചത്? നിൻ്റെ വയറ് കുറച്ച് വലുതായിട്ടുണ്ടല്ലോ, നീ ഹോസ്പിറ്റലിൽ പോകാത്ത എന്താണ് എന്ന് ചോദിച്ച് എന്നെ ഒന്ന് ശകാരിച്ചു. എൻ്റെ സീനിയർ വൈദികനാണ്. അങ്ങനെ അച്ഛൻ്റെ ഒരു വാക്ക് കേട്ട് ഞാൻ അച്ഛന്മാരോട് പറഞ്ഞ് പിറ്റേ ദിവസം ബാംഗ്ലൂരിലുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഗ്യാസ്ട്രോ ആയ ഡോക്ടർ മല്ലികാർജുനെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഡോക്ടർ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അങ്ങനെ ടെസ്റ്റിന് റിസൾട്ട് വന്നത് ഏറെ വേദനയോടെയാണ് ഞാൻ കേട്ടത്. കാരണം എനിക്ക് CA ക്യാൻസറാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ CA ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് റെഫർ ചെയ്തു. അങ്ങനെ അച്ഛന്മാർ, എൻ്റെ സീനിയർ സുപ്പീരിയർ അച്ഛനും അതുപോലെ തന്നെ ജോസ് അച്ഛനും, ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള സെൻറ്റ് ജോൺസിലുള്ള ഡോക്ടർ രാജേഷിനെ കാണുവാനായിട്ട് പോയി. അവിടെ നിന്ന് ഡോക്ടർ രാജേഷ് പറഞ്ഞു അച്ഛൻ്റെ അസുഖം സ്യൂഡോമൈക്സോമ പെറിറ്റോണി PMP. അച്ഛൻ്റെ വയറ്റിൽ ഇങ്ങനെ ജെല്ല് പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അത് സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം. അങ്ങനെ ഹൈപെക് സർജറിയാണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു അച്ഛൻ ഇനി കുറച്ച് നേരം പുറത്തിരിക്കുക, ഞാൻ അച്ഛൻ്റെ കൂടുതൽ വന്ന് അച്ഛന്മാരോട് സംസാരിക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ സമയമൊക്കെ ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ഞാൻ ഗൂഗിൾ ചെയ്തു, എന്താണ് ഈ സ്യൂഡോമൈക്സോമ പെറിറ്റോണി, ഇതിനെന്താണ് ആവശ്യമുള്ളത്. ഇതിനുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള, ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഹൈപെക് എന്നുള്ള സർജറിയാണ്. അതിന് ഏകദേശം 10-11 മണിക്കൂർ എടുക്കും. കോസ്റ്റ്ലിയുള്ള സർജറിയാണ്. ഞാനിങ്ങനെ രോഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ എൻ്റെ മൊബൈലിലൂടെ നോക്കി. അങ്ങനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് അധികം ആയുസില്ല, ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ കാര്യത്തിന് തീരുമാനമാകുമെന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അങ്ങനെ അച്ഛന്മാർ പുറത്തു വന്നു. അച്ഛന്മാരുടെ മുഖഭാവങ്ങളും അതുപോലെ തന്നെ അച്ഛന്മാരുടെ ബോഡി ലാംഗ്വേജൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി സംഭവം വളരെ സീരിയസ് ആണ്. അച്ഛന്മാരൊന്നും അധികം സംസാരിക്കുന്നില്ല.
അങ്ങനെ ഞങ്ങൾ തിരികെ ആശ്രമത്തിലേക്ക് വരികയാണ്. വരുന്ന വഴിക്കാണ് വീട്ടിൽ നിന്ന് മമ്മിയുടെ കോൾ വന്നത്. ഡാഡിക്ക് എത്രയും പെട്ടെന്ന് ഹാർട്ടിൻ്റെ സർജറി വേണം. കാരണം ഞാൻ വീട്ടിൽ എൻ്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അതിന് ഏകദേശം 2-3 ലക്ഷം രൂപയോളം വരുമെന്ന് എന്നുള്ള ഞെടുക്കുന്നൊരു വാർത്ത മമ്മിയോട് പറഞ്ഞു. അപ്പോൾ ഈ 2 സംഭവങ്ങളും എൻ്റെ മനസ്സിനെ ആകെ പിടിച്ച് ഉലയ്ക്കുകയാണ് ചെയ്തത്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നോ എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ഞാൻ ഉടനെ തന്നെ എൻ്റെ ആശ്രമത്തിലെത്തി ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി വചനമെടുത്ത് തുറന്നു. എനിക്ക് കിട്ടിയ വചനം മരുന്നോ ലേപനമോ അല്ല, മറിച്ച് വചനമാണ് അങ്ങയെ സുഖപ്പെടുത്തുന്നത് എന്നുള്ള വചനമാണ്. ഞാൻ ആ വചനം എൻ്റെ ഒരു പേപ്പറിൽ മേശയിൽ എഴുതി വെച്ചു. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ ചാപ്പലിനടുത്ത്, ഞങ്ങളുടെ ആശ്രമത്തിനടുത്തുള്ള പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയിൽ പോയി തോത്തൂസ്തൂസ് അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ഞാൻ സമർപ്പിച്ചു. തീർച്ചയായിട്ടും അമ്മയിൽ നിന്ന് കിട്ടിയ വലിയൊരു ശക്തിയോടുകൂടി ഞാൻ പിറ്റേ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ചാപ്പലിൽ വന്നപ്പോൾ ആ ക്രൂശിതനായ ഈശോയിലേക്ക് ഞാൻ നോക്കി. എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ ഈശോയ്ക്ക് കൊടുത്തു. അങ്ങനെ ബലിയർപ്പണ സമയത്ത് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തന്നെ പൂർണ്ണമായിട്ടും ഞാൻ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. കാസായിൽ, പിലാസായിൽ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുകയാണ്. എനിക്കറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പൂർണ്ണമായിട്ടും ഈശോയെ എന്നെ തന്നെ ഞാനങ്ങ് കൊടുക്കുക. കാരണം ഈശോയ്ക്ക് മാത്രമേ എന്നെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പേര് അവിടുത്തെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തി എന്നെ പേര് ചൊല്ലി വിളിച്ച ഈശോ. ഒരുപക്ഷെ മരണത്തിൻ്റെ ഈ താഴ്വരയിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോൾ, മരണത്തെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ, ഈ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കരഞ്ഞുകൊണ്ടാണ് പ്രിയമുള്ളവരെ ബലിയർപ്പിച്ചത്. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും ആ കാസയിലും പിലാസയിലും ഈശോയ്ക്ക് കൊടുത്തു. എന്നെയും എൻ്റെ ഡാഡിയെയും ഞാൻ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ശക്തമായിട്ടുള്ള ഒരു അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ ബലിയർപ്പിച്ചത്. ഒരുപാട് കൃപ അതിലൂടെ ഈശോ എന്നിലൂടെ ചൊരിയുന്നതായിട്ട്, ആ ക്രൂശിതനായിട്ടുള്ള ഈശോയുടെ ആ വലിയ അനുഭവം അത് അനുഭവിക്കുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിയുകയാണ് പ്രിയമുള്ളവരെ. അതിനുശേഷം അച്ഛന്മാരുടെ അനുവാദത്തോടെ രണ്ടാമത്തെ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഞാൻ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെ കേരളത്തിൽ മിംസ് ഹോസ്പിറ്റലിൽ വന്ന് പെറ്റ് സ്കാൻ ചെയ്തു. അതിനുശേഷം മനോജ് ജീരശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടറെ വീട്ടിൽ പോയിട്ട് കാണുന്നു. ഡോക്ടർ പറഞ്ഞു അച്ഛൻ്റെ അസുഖം സീരിയസ് ആണ്. ഉടനെ ഡോക്ടർ തൻ്റെ മൊബൈലെടുത്ത് കോഴിക്കോട് MBRലുള്ള ഡോക്ടർ ദിലീപ് ദാമോദരനെ പേഴ്സണലായിട്ട് വിളിക്കുകയാണ്. ഒരു യങ് പ്രീസ്റ്റ് ഈസ് കമ്മിങ് ടു മീറ്റ് യു, കൈൻഡ്ലി ബി ദെയർ എന്ന് ഡോക്ടർ തന്നെ ആ ഡോക്ടറോട് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ CBHൻ്റെ കൂട്ടത്തിൽ, മനോജൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ MBRൽ പോയി ഡോക്ടറെ കണ്ടുമുട്ടുകയാണ്. ഡോക്ടർ ദിലീപ് ദാമോദരനെ കാണണമെങ്കിൽ ഒരുപക്ഷെ 3 മാസങ്ങൾക്ക് മുമ്പ് അപ്പോയിൻമെൻ്റ് എടുത്താലും ഡോക്ടറെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചത്. കാരണം എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഡോക്ടർ ദിലീപ് ദാമോദരനെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അപ്പോയിൻമെൻറ്റ് പോലും എടുക്കാതെ, അവിടുന്ന് ചീട്ട് പോലും എടുക്കാതെ ഡോക്ടറെ നേരിട്ട് കണ്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറോട് സംസാരിക്കുന്നു. അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഫാദറിന് എത്രയും പെട്ടെന്ന് മേജർ സർജറി വേണം. അതിനായിട്ട് ഡോക്ടർ ഡേറ്റ് പറയുന്നു. ഓഗസ്റ്റ് 10 എന്നുള്ള ഡേറ്റ് ഡോക്ടർ തരികയാണ്. അങ്ങനെ ഞങ്ങൾ തിരികെ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരുന്നു. ഓഗസ്റ്റ് 9 സർജറിക്ക് മുമ്പ് ഞാൻ ബലിയർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. എനിക്കറിയത്തില്ല നാളെ ഈ സമയത്ത് എൻ്റെ ശരീരം എല്ലാം കീറി മുറിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ മരിച്ചു പോയിരിക്കാം എന്ന് ആ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും ദൈവത്തിന് മാത്രം, എനിക്ക് പോലും അറിയത്തില്ല, ദൈവത്തിന് മാത്രം അറിയാവുന്നൊരവസ്ഥ. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 2021 ഓഗസ്റ്റ് 9 ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വിശുദ്ധ ബലിയിലൂടെ ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തായി ഞാൻ നിറയുന്നതായിട്ട് ഞാൻ അനുഭവപ്പെടുകയാണ്. എനിക്ക് വലിയ ദൈവം ശക്തി തരുന്നതായിട്ട്, ദൈവം എന്നെ ശക്തനാക്കുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിയുകയാണ്.
അപ്പോൾ എൻ്റെ മനസ്സോടെ ഈശോനോട് പറയുകയാണ്, മകനെ, നിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ട്, നീ പേടിക്കേണ്ട, നീ മുന്നോട്ട് പോയിക്കൂ. നിൻ്റെ മുറിവുകൾ, നിൻ്റെ വേദനകൾ ഒക്കെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്ന നിനക്ക് നിൻ്റെ ഈശോ നിൻ്റെ കൂടെ ഉണ്ട് മകനെ എന്ന് ആ വിശുദ്ധ ബലിയിലൂടെ ഞാൻ അനുഭവിച്ചറിയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ വിശുദ്ധ ബലി അർപ്പിച്ചു. അതിനുശേഷം ഏകദേശം 1-2 മണിക്കൂറുകൾക്ക് ശേഷം അച്ഛന്മാരെന്നെ MBR ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അഡ്മിറ്റാവുന്നു. അങ്ങനെ പിറ്റേ ദിവസം 2021 ഓഗസ്റ്റ് 10 രാവിലെ ഏകദേശം 8:15 രാവിലെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലൂടെ പോകുന്ന അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുചെന്നെത്തിച്ചു. പക്ഷേ ഇവിടെയൊക്കെ എനിക്ക് എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി എന്നെ നയിക്കുന്നത് പോലെ എൻ്റെ പരിശുദ്ധ അമ്മ, എൻ്റെ ദിവ്യകാരുണ്യ ഈശോ എൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലൂടെ പോകുമ്പോഴൊക്കെ ഞാൻ അനുഭവിച്ചറിയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ അനസ്തേഷ്യ എനിക്ക് എൻ്റെ നട്ടലിനെ തന്നു. ഞാൻ എന്നെ ബോധം കെടുത്തി. അതിനുശേഷം നീണ്ട 11 മണിക്കൂറുകൾ നീണ്ട സർജറി നടത്തി. പിറ്റേ ദിവസം ഏകദേശം വെളുപ്പിന് ഒരു 3 മണിയോടെ ഡോക്ടറിനോട് ചോദിച്ചു, ഫാദർ വെൻറ്റിലേറ്റർ ഓഫാകട്ടെ, എങ്ങനെയുണ്ട്, ഹൗ ഡു യു ഫീൽ? അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വെൻറ്റിലേറ്റർ ഓഫ് ചെയ്തു. അതിനുശേഷം എന്നെ അവരവിടെ ഇരുത്തി പേപ്പർ തന്നു, പേപ്പർ വായിച്ചു. അതിനുശേഷം രാവിലെ CBHN വന്ന് എന്നെ കണ്ടു. അതിനുശേഷം ഏകദേശം 10-10:30 റൂമിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഈ ഓപ്പറേഷൻ കാലഘട്ടത്തിലൂടെ ഈശോയുടെ വലിയ അനുഭവം, ഈശോയുടെ വലിയ ശക്തമായിട്ടുള്ള അഭിഷേകം, ഈശോയുടെ ശക്തമായിട്ടുള്ള സൗഖ്യം പ്രിയമുള്ളവരെ ഞാൻ അനുഭവിച്ച് അറിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എന്തിനു കേഴുന്നു മകനേ മകളേ, ഞാനുണ്ട് നിന്നോടു കൂടെ. എല്ലാ നൊമ്പരവും നിൻ നന്മയാക്കാൻ ഞാനുണ്ട് നിന്നോടു കൂടെ. കരയാതെ നീ പൊന്നോമനേ, മനമുരുകി തളരരുതേ നീ. ദുഃഖമെല്ലാം ഞാനകറ്റിടാം, നിൻ കണ്ണുനീരും തുടയ്ക്കാം. എന്തിനു കേഴുന്നു മകനേ മകളേ, ഞാനുണ്ട് നിന്നോടു കൂടെ. എല്ലാ നൊമ്പരവും നിൻ നന്മയാക്കാൻ ഞാനുണ്ട് നിന്നോടു കൂടെ. കരയാതെ നീ പൊന്നോമനേ, മനമുരുകി തളരരുതേ നീ. ദുഃഖമെല്ലാം ഞാനകറ്റിടാം, നിൻ കണ്ണുനീരും തുടയ്ക്കാം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ എന്നെയും എൻ്റെ ഡാഡിയെയും ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം വലിയ ദൈവത്തിൻ്റെ കൃപയുടെ വലിയ അനുഭവം അത് അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. ഡാഡിയുടെ ശസ്ത്രക്രിയയെല്ലാം വളരെ മനോഹരമായിട്ട് നടത്തി. ഏറ്റവും വലിയ പേടിയായിരുന്നു 1-2 ലക്ഷം പൈസ ഉണ്ടാക്കണം. അതെല്ലാം ഞങ്ങൾ കുടുംബക്കാർ പോലും അറിയാതെ തന്നെ ദൈവം നേരിട്ട് കൊണ്ടുചെന്ന് തരുന്ന ഒരു അനുഭവം അത് ഇപ്പോഴും മമ്മി പറയും. അതോടൊപ്പം തന്നെ എൻ്റെ ശസ്ത്രക്രിയ അതെല്ലാം വളരെ മനോഹരമായിട്ട് നടത്തി. ഡോക്ടർമാർ പറയുന്നു ഫാദർ നന്നായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ട് എന്ന് ഡോക്ടർമാരൊക്കെ റിപ്പോർട്ടിലെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം വളരെ മനോഹരമായിട്ട് നടത്തി. അതിനുശേഷം ഏകദേശം 1-2 ആഴ്ചക്കാലം കോഴിക്കോട് ഞങ്ങളുടെ ശാന്തിഭവൻ ആശ്രമത്തിൽ വിശ്രമിച്ചു. അങ്ങനെ സെപ്റ്റംബർ അവസാനത്തോടുകൂടി
ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക്, നോർബർട്ട് ഹൗസിലേക്ക് ഞാൻ വരികയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഏകദേശം 6 കീമോകൾ ചെയ്യണം. അതോടൊപ്പം തന്നെ എനിക്ക് കൊളസ്ട്രോമി ബാഗുണ്ട്. മൺകുടലിന് റെസ്റ്റ് കൊടുത്തിട്ട് കുടലിൻ്റെ ഒരു എൻഡ് പുറത്തേക്ക് ഒരു ബാഗിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിനുള്ളിൽ വേസ്റ്റ് പുറത്തേക്ക് വരും. ആ വേസ്റ്റ് ഒരു ബാഗിൽ നിറയും. ആ ബാഗ് കൂടെ ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഹൈ പ്രോട്ടീൻ പൗഡർ കഴിക്കണം. 66 കിലോ ഉണ്ടായിരുന്ന ഞാൻ 47 കിലോയിലേക്ക് വന്നു. അപ്പോൾ അതനുസരിച്ച് ചെയ്യണം. രാത്രി കൂടെയൊക്കെ എഴുന്നേൽക്കണം. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, നീ അച്ഛൻ കിടന്നോളൂ, പ്രാർത്ഥനയ്ക്കൊന്നും വരണ്ട, അങ്ങനെ പേഴ്സണലായിട്ട് കുർബാന ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഞാനും എൻ്റെ ഈശോയും എൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ ഈശോയ്ക്ക് കൊടുക്കും. പക്ഷേ എനിക്ക് മനസ്സിൽ വലിയ ഒരു വേദനയുണ്ടായിരുന്നു. ഈശോയെ, എന്നാണ് ഞാൻ ദൈവജനത്തിന് മുമ്പിലൊന്ന് ബലിയർപ്പിക്കുന്നത്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞാനിങ്ങനെ ഒറ്റയ്ക്ക്, ഞാനും എൻ്റെ ഈശോയുമായിട്ടുള്ള കുർബാന ഒറ്റയ്ക്ക് ഞാൻ പേഴ്സണലായിട്ട് ചൊല്ലുന്നു. പക്ഷേ എന്നാണ് എനിക്ക് എൻ്റെ ദൈവജനത്തിന് മുമ്പിൽ ഒരു ബലിയർപ്പിക്കുവാനായിട്ട്, ഒന്ന് പ്രസംഗം പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ആ ഈശോയിലേക്ക് കൊടുക്കും. തീർച്ചയായിട്ടും ഈശോ എന്നെ ശക്തിപ്പെടുത്തും. പലപ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല, ഞാനും ഈശോയും മാത്രം. ദിവ്യകാരുണ്യ ഈശോയെ ഉയർത്തി ഞാൻ ഒരുപാട് നേരം കരയും, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് വരും. ഒരു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കണ്ണീര് വന്ന് അതൊരു ദൈവത്തിൻ്റെ അഭിഷേകമാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ കുറേ നേരം കണ്ണിൽ കൂടി കണ്ണീരൊക്കെ വരും. അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിക്കും. അങ്ങനെ വിശുദ്ധ ബലി ദൈവത്തിന് സമർപ്പിക്കും. അപ്പോൾ അതിലൂടെയൊക്കെ എനിക്ക് വളരെ വലിയ ശക്തിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, കീമോ ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് മാനസികമായിട്ടും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടൊക്കെ നല്ല ഒരു എപ്പോഴും ഒരു അവർക്ക് ശക്തി കിട്ടണം. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. പലപ്പോഴും കീമോയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, വേദനയുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും കീമോയ്ക്ക് പോകാൻ നേരത്ത് വെയിൻ കിട്ടില്ല. അത് കാരണം ഇവിടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും വെയിൻ കിട്ടുവാനായിട്ട് നഴ്സുമാർ കുത്തും. അതിൻ്റെയൊക്കെ വേദനയും അസ്വസ്ഥതയും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു, നിങ്ങളോട് പങ്കുവച്ചു, എനിക്ക് കൊളസ്ട്രോമി ബാഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ദൈവം എനിക്ക് തന്നത് 2 പേരെയാണ്, 2 കാവൽ മാലാഖമാരാണ് ദൈവം എനിക്ക് തന്നത്. ഒന്ന് ബാബു അച്ഛനും അതുപോലെ തന്നെ സിബി അച്ഛനും. ഞാൻ തീർച്ചയായും പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ആ ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ കണ്ടുമുട്ടിയത് ഈ 2 വ്യക്തികളിലാണ്. അത്രമാത്രം എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ ശക്തിയാണ് പ്രിയമുള്ളവരെ ഇന്നിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുവാനായിട്ട് കാരണം. ഈ 2 അച്ഛന്മാരുടെയും, സിബി അച്ഛൻ ഇവിടുത്തെ രക്തരച്ഛനാണ്, സിബി തടത്തിലച്ഛൻ, ബാബു പൂച്ചാലി കളത്തിലച്ഛൻ പുതിയടത്ത് വികാരി അച്ഛനും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. എൻ്റെ ബാച്ചുകാരാണ് ഈ 2 അച്ഛന്മാർ. ഈ 2 വ്യക്തികളിൽ എനിക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത് ആ വിശുദ്ധ കുർബാനയിൽ ഞാൻ അർപ്പിച്ച ഈശോയെയാണ്. അപ്പോൾ ആ ഈശോയെ ഞാൻ കണ്ടുമുട്ടിയത് ആ 2 വ്യക്തികളിലൂടെയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എൻ്റെ കീമോയ്ക്കൊക്കെ ശേഷം 2022 ഏപ്രിൽ മാസമാണ് എൻ്റെ 2ാമത്തെ സർജറി, അതായത് കൊളസ്ട്രോമി ബാഗ് റിവേഴ്സ് ചെയ്യുന്നത് നടന്നത്. അങ്ങനെ അതിനുശേഷം കുറച്ചു കാലം ഞാൻ വീട്ടിൽ വിശ്രമിക്കുവാനായിട്ട് പോയി. അതിനുശേഷം തിരിച്ച് നോർബർട്ട് ഹൗസിലേക്ക് വന്നു. അങ്ങനെ നോർബർട്ട് ഹൗസിൽ വന്നു. മെയ് മാസം ആദ്യ മാസത്തോടുകൂടി കാസർഗോഡ് ഞങ്ങൾക്കുള്ള എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാച്ചുകാരനും ഇടവക്കാരനുമായിട്ടുള്ള ജോസ് ചെമ്പോട്ടിക്കളച്ഛൻ്റെ നിർബന്ധപ്രകാരം അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് പോയി. തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ജീവിതം എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. നമുക്കറിയാം, എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവരുടെ അതിജീവനത്തിന് വേണ്ടി അവർ മത്സരിക്കുകയാണ്. നമ്മുടെ കശുവിൻ തോട്ടത്തിൽ വിഷമടിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് മൂലം അനേകം കുട്ടികൾ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണഭൂതരായിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നവജീവന. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ആ കുട്ടികൾക്കിടയിൽ ഞാൻ കടന്നു വരുമ്പോൾ അവരുടെ അതിജീവനത്തിൻ്റെ പാഠങ്ങൾ ഞാൻ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും ഒന്ന് അതിജീവിക്കണം, ഇതിനെയൊക്കെ കുറവുകളെയൊക്കെ അതിജീവിക്കണം എന്നുള്ള ഒരു വലിയ പ്രചോദനമുണ്ടായി.
അച്ഛന്മാരോട് പറയും അച്ഛൻ എഴുതുന്നതല്ലേ, പാട്ട് എഴുതുന്നതല്ലേ, അങ്ങനെ എഴുതാനൊക്കെ പറയും. ഞാൻ ശാലോമിലും അതുപോലെ തന്നെ ഒക്കെ എഴുതുവാനായിട്ട് തുടങ്ങി. എൻ്റെ ഒരു ബുക്ക് അടുത്ത മാസം പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സിനിമയിൽ പാട്ട് എഴുതാനായിട്ട് സാധിച്ചു. ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ എൻ്റെ അനുഭവത്തിലൂടെ അത് എഴുതുവാനൊക്കെ സാധിച്ചു. ഇതിനൊക്കെ എന്നെ ശക്തനാക്കിയത് തീർച്ചയായിട്ടും ആ സമൂഹത്തെ ഉള്ള വലിയ ഒരു അനുഗ്രഹമാണ്. വീണ്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിനം ഒരു ദിവസം ജോസ് ചെമ്പോട്ടിയിലച്ഛൻ സുപ്പീരച്ഛനായിരുന്നു. അച്ഛൻ പറഞ്ഞു, കുമ്പാറാഴ്ച അച്ഛൻ പെർളാപ്പള്ളിയിൽ പോയിട്ട് ഒരു കുർബാന ചൊല്ലണം. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പേടിയിരുന്നു, കാരണം ഞാൻ പബ്ലിക്കിനായിട്ട് കുർബാന ചൊല്ലിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ എനിക്ക് പേടി അതല്ല, എന്തെങ്കിലും അസ്വസ്ഥയുണ്ടോ, വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥയുണ്ടാവുമോ എന്നുള്ള പേടിയാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ പോയിട്ടൊന്ന് കുർബാന ചൊല്ലുക, അസ്വസ്ഥതൊന്നും ഉണ്ടാകുകയാണ്, കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് അച്ഛൻ എനിക്ക് ധൈര്യം തരികയും ഞാൻ അവിടെ പോയി ബലിയർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, വലിയ ഒരു അഭിഷേകത്തിന് ഒരു സമയമായിരുന്നത്. ഞാൻ ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ എനിക്കറിയത്തില്ല, എനിക്കത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. എത്രമാത്രം സന്തോഷത്തോടെയാണ്, എത്രമാത്രം വൈകാരികമായിട്ടാണ് ഞാൻ ആ ബലിയർപ്പിച്ചതെന്ന് എനിക്ക് പറയാൻ കൂടി സാധിക്കുകയില്ല. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. ഇന്ന് എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഫസ്റ്റ് റിവ്യൂവിനായിട്ട് കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടു, സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തു. ഡോക്ടർ ദിലീപ് ദാമോദരൻ എന്നോട് പറഞ്ഞു, ഫാദർ, യു ആർ ഫുള്ളി ഫിറ്റ്, യു ക്യാൻ ഗോ ഫോർ നോർമൽ ഡു ആക്ടിവിറ്റീസ്, ബട്ട് കീപ് ദ ഡയറ്റ് എന്നുള്ള വാക്കുകളായിരുന്നു. അച്ഛൻ ഫുള്ളി ഫിറ്റാണ്, അച്ഛന് സൗഖ്യമായി, അച്ഛൻ ഡയറ്റ് സൂക്ഷിക്കുക എന്നുള്ള വാക്കുകൾ തീർച്ചയായിട്ടും ദിവ്യകാരുണ്യ ഈശോ, പരിശുദ്ധ അമ്മ എന്നെ ചേർത്ത് നിർത്തി എൻ്റെ ചെവിയിൽ പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ ഞാൻ അന്ന് ആ നിമിഷത്തിൽ അനുഭവിച്ചറിയാതെ. തീർച്ചയായിട്ടും ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് സംഭവിക്കുന്നതും, അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചതും, ഇന്ന് സംഭവിക്കുന്നതും, നാളെ സംഭവിക്കാനിരിക്കുന്നതുമെല്ലാം ഈശോ അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ഈ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമായിക്കൊള്ളട്ടെ, നാളെ വരാൻ വാർത്തകൾ എന്തെല്ലാമായിക്കൊള്ളട്ടെ, അതൊക്കെ ആ ഈശോയോട് ചേർത്ത് ഈശോയുടെ കാസയോടും പിലാസയോടും ചേർന്ന് വെച്ചുകൊണ്ട് ആ ഈശോയ്ക്ക് നന്ദി പറയുവാനായിട്ട്, പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനായിട്ടുള്ള ധൈര്യമുണ്ടാകട്ടെ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോയോടുള്ള സ്നേഹവും വിശുദ്ധ ബലിയോടുള്ള സ്നേഹവും നമ്മെ വിശുദ്ധരായിട്ടുള്ള മക്കളായിട്ട് മാറ്റുകയാണ് പ്രിയമുള്ളവരെ. എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഈ പാനപാത്രം ഉയർത്തിക്കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കും. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ,
ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.